നമ്മളെ സൂക്ഷിക്കണം എപ്പോഴും. നിങ്ങൾ അവിടെ പാർക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ അവിടെ കാർ പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പുറത്തൂടെ നമ്മളിപ്പോൾ ഉള്ളത് പാളയത്താണ്. പാളയം, കനകക്കുന്ന് ഈ പ്രദേശങ്ങളിലെല്ലാം ഓണത്തിൻ്റെതായിട്ടുള്ള ദീപാലങ്കൃത പരിപാടികളൊക്കെ നടക്കണല്ലോ. അപ്പോൾ ഞാൻ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മുടെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൻ്റെ അകത്തുവഴിയുള്ള എൻട്രൻസ് വഴി നോക്കി. പക്ഷെ അവിടെ അടച്ചിരിക്കുകയാണ്. നിങ്ങൾ അവിടെ പാർക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ അവിടെ കാർ പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പുറത്തൂടെ കറങ്ങി നന്ദാവനം വഴി കറങ്ങി നമ്മുടെ മ്യൂസിയത്തിന് നേരെ ഓപ്പോസിറ്റ് മെയിൻ എൻട്രൻസ് ഉണ്ട്, നഗരസഭയുടെ മെയിൻ എൻട്രൻസ്. അതിൻ്റെ ആ സൈഡിലൂടെയുള്ള മെയിൻ എൻട്രൻസ് വഴി അകത്ത് പോയാലും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. രാത്രി 12 മണി വരെ അവിടെ പാർക്ക് ചെയ്തിരിക്കുക എന്നാണ് പുള്ളി പറഞ്ഞത്. 30 രൂപ മുതലാണ് അവിടെ ചാർജ് തുടങ്ങുന്നത്. ഞാൻ അവിടെ വണ്ടി ഇട്ടിട്ട് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാഴ്ചകളെ കാണാൻ വേണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മൊത്തം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം. കമോൺ. ഇപ്രാവശ്യത്തെ പരിപാടി എന്തായാലും കളറാണ്. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാറും ലവും പിന്നെ കുറെ സർക്കിളും ഒക്കെ ഉണ്ട്. ആ സർക്കിളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. മിക്കപ്പോഴും ഉണ്ടല്ലോ ഈ പബ്ലിക് ഓഫീസ് കോംപ്ലക്സിന്റെ അകത്ത് നമുക്ക് പാർക്കിംഗ് കിട്ടാറുണ്ട്. പക്ഷേ ഇപ്പം ലിമിറ്റഡ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ആണ് അവിടെ ഉള്ളത്. ഞാൻ നേരത്തെ പാർക്കിംഗ് ചോദിച്ചപ്പോൾ ഇല്ലാന്ന് അവർ പറഞ്ഞു. അവിടെ ഗാനമേള നടക്കുന്നുണ്ട്. എല്ലാ ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാവും. കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെയായിരുന്നു അതിൻ്റെ അകത്ത്. നമ്മളിന്ന് ഇവിടെ കറങ്ങി നടക്കുന്ന ഉത്രാട ദിവസമാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നല്ല അടിപൊളി തിരക്കുണ്ട്. നിങ്ങൾ കാറൊക്കെ കൊണ്ട് ഈ വഴിങ്ങാനും വരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കഴിവിന്റെ പരമാവധി വരരുത്. ഇവിടെ കിടന്ന് അവിയലാവും. ഇവിടെ ഫുൾ ഓണാണ്. ഒരു ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്കൊക്കെ കണ്ട ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. തിരക്ക് കണ്ട. ഈ സംഭവം കണ്ടിട്ട് പൂത്തിരി കത്തിക്കുക പോലെ തോന്നുന്നില്ലേ? ഈ ഗേറ്റ് നേരെ കടന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന കാഴ്ച അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എവിടെ നോക്കിയാലും പോലീസുകാരുണ്ട് കേട്ടോ. അത്യാവശ്യം സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനും ഒക്കെ ഉണ്ട്. നമ്മളെ സൂക്ഷിക്കണം എപ്പോഴും. മരത്തിലിങ്ങനെ ലൈറ്റുകൾ തൂക്കി ഇട്ടേക്കുന്നുണ്ടോ? ഇതാണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ള മെയ്സ്. ഇത് വൈക്കോല് കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ കയറുന്നില്ല, തുമ്മലൊടിച്ച് ചാവും. ഈ നമ്മൾ കനകക്കുന്ന് കൊട്ടാരം എന്ന് പറയുന്നതിൻ്റെ ആ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. ഇതാണ് നമ്മളെ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ മുൻവശം. നമ്മൾ ഈ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ ഉൾവശത്തിലോട്ടാണ് ഈ പോകുന്നത്. ഇതിന്റെ ഉള്ളിലുള്ള ഒരു ഹാളിൽ നടക്കുന്ന പ്രോഗ്രാമാണ് നമ്മൾ കണ്ടത്. പുതിയതായിട്ടൊരു സെറ്റ് ഇട്ടേക്കുന്നതാണ്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ സാരിയൊക്കെ കൊടുത്തിട്ട് വന്ന് ഒരു അമ്പലത്തിന്റെയോ മനയുടെയോ ഒക്കെ മോഡൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അപ്പൊ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് സ്റ്റോളും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങോട്ടുള്ള വഴിയാണ് നമ്മൾ കാണുന്നത്. നിശാഗന്ധി അപ്പുറത്താണ്. ഞാൻ അവിടെ പോയില്ല, അതിന്റെ ഭയങ്കര റഷായിരിക്കും. ഇവിടെയും തിരക്കാണ്. ഇതാ നോക്കുകണ്ട. ഇന്നലെ നമ്മൾ ഉത്രാടപ്പാച്ചിൽ കാണാൻ വേണ്ടി നമ്മൾ ചാലയിൽ പോയിരുന്നു. അവിടെ ആരുമില്ല. ആൾക്കാരെല്ലാം എന്താ ഇവിടെയാണ്. ഇവിടെ നമ്മളൊരു ലൈം സോഡ ഓടിച്ച് ഒരു ലൈം സോഡയ്ക്ക് 50 രൂപയാണ് ഇവിടുത്തെ ചാർജ്. ഇതിന്റെ അകത്തോട്ട് നമ്മൾ കയറാൻ പോവുകയാണ്. എന്താവും അറിഞ്ഞൂടാ.
തുറന്നു വച്ചിക്കണോ? ആ ശരി ശരി. നമ്മൾ മേളിൽ കയറിയതിൻ്റെ അകത്തുനിന്ന് ഇതിന്റെ ബാക്കിലോട്ട് വന്നിറങ്ങാൻ സാധാരണ വഴി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഇല്ല. അപ്പോൾ തിരിച്ച് നമ്മൾ നടന്നിട്ടാണ് വരുന്നത്. ഇപ്പം വീണ്ടും ഇതിൻ്റെ അകത്തോട്ട് അടുത്ത താഴെയുള്ള ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിയത്തില്ല. കുറേ മാത്രം സ്റ്റോളുകൾ ഇവിടെ വേക്കൻ്റ് ആണ്. മേളിലും അതുപോലെ കുറേ മാത്രം സ്റ്റോൾ വേക്കൻ്റ് ആണ്. ഇവിടെ ഒത്തിരിയും വേക്കൻ്റ് ആണ്. പക്ഷേ ഇനി നാളെ മറ്റന്നാളൊക്കെ ചിലപ്പോൾ ഇവിടെ ഫങ്ഷനിങ് ആകുമായിരിക്കും, അറിയില്ല. എന്തായാലും നമ്മൾ മറ്റേ അക്വാ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിൻ്റെ അകത്ത് ടിക്കറ്റ് ഉണ്ടോയെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമ്മൾ ഈ ഷോ കൊണ്ട് പുറത്ത് വരുമ്പോഴേ ഇവിടെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഫിഷ് ടാങ്ക്, പിന്നെ അതുപോലെ കുറച്ച് പെറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വാങ്ങാം, അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഈ കനകക്കുന്നിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ, ഇത് മിയാവാക്കി വനങ്ങളാണ്. വളരെ അടുത്ത കാലത്തായിട്ട് ശ്രദ്ധ നേടിയ ഒരു സംഭവമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഫോറസ്റ്റ് സെറ്റപ്പ് ഉണ്ടായതാണ്. ഏറ്റവും താഴെയാണ്, ഈ ഭാഗത്താണ് നമുക്ക് ഫുഡ് കോർട്ട് ഉള്ളത്. അപ്പോൾ നമ്മളിത് ഫുഡ് കോർട്ട് വഴിയാണ് ഇനി നമ്മൾ എക്സിറ്റ് അടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നടന്ന് തളന്ന് ഒത്തിരി ദൂരം നടക്കാനുണ്ടായിരുന്നു. നടന്ന് അങ്ങനെ ആകെ ക്ഷീണം പിടിച്ച് പരുവം കെട്ട് പറഞ്ഞ ശാലുവിനെയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. വയ്യ, ഇനി ഒന്നിനും വയ്യ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഒട്ടും എനർജി വരാതെയാണ് കുഞ്ഞെവിടെ കിടന്ന് ചാടുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട് ഏരിയ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ കയറി കാണുകയും ചെയ്യാം. ഈ കുടുംബശ്രീ ഭക്ഷ്യമേളയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കയറി നമുക്ക് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ഓൾമോസ്റ്റ് വി ആർ റീച്ചിങ് ടു ദ എക്സിറ്റ് പോയിന്റ്. ഫുഡ് കോർട്ടിൻ്റെ ടെൻറ്റ് ഇങ്ങനെ മേളിൽ നിന്ന് കാണാൻ നല്ല രസമുണ്ട്. അവിടെ ഒരു ഉർബാനിയുടെ വണ്ടി കിടപ്പുണ്ടേ. ഞാൻ അവരുടെ അടുത്തൊരു റിവ്യൂ ചോദിച്ചിട്ടുണ്ട്. അവർ വിളിക്കാൻ പറഞ്ഞു, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടിയെന്ന് പറയാം. ആനേനെ മുയലിനോടെ കല്യാണം കഴിപ്പിച്ച് നിർത്തിയേക്കണം. കണ്ടോ, തിളങ്ങുന്നുണ്ട് നന്നായിട്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ കറക്കമെല്ലാം കഴിഞ്ഞ് ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടണേ. ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാവട്ടെ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നമ്മളെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അപ്പോൾ അടുത്ത ഒരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു. ഓക്കെ.